നമസ്കാരം. വി എസ് അച്യുതാനന്ദൻ്റെ സംഗീത പ്രേമത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. പഴയ കാലഘട്ടത്തിൽ ഒരുപാട് സംഗീതം ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു വി എസ്. ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കാനിടയായി. ആ അനുഭവം താങ്കൾക്കൊന്ന് പറയാമോ? വി എസിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ആ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു അത്ഭുതമാണ്. കാരണം നമ്മളെപ്പോഴും വി എസ് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവക്കാരനായ ഒരു വ്യക്തി, പുറമേ ഒരു പരുക്കൻ ഭാവമുള്ള ഒരാളാണ്. പക്ഷേ ആ വ്യക്തിക്കുള്ളിൽ ഒരു ആർദ്രമായിട്ടുള്ള ഒരു ഭാവം കൂടി ഉണ്ട് എന്ന് വളരെ ആകസ്മികമായിട്ട് ആണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ വളരെ അപൂർവമായിട്ട് അദ്ദേഹം കണ്ടിട്ടുള്ളൂ. 1-2 ചടങ്ങുകളിൽ വെച്ച് കണ്ടുമുട്ടി, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. സംസാരിക്കാനുള്ള അവസരം വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ നമ്മൾ ഗായകൻ ഉദയഭാനു ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള സബർമതി എന്ന് പറയുന്ന ഒരു ദേശഭക്തി ഗാന സംഘമാണത്. ഒരു കോറൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ കോറൽ ഗ്രൂപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വി എസ് ആണ്. അപ്പോൾ അതേ ചടങ്ങിൽ ഒരു പ്രാസംഗികനായിട്ട് ഞാനുണ്ട്, ഉദയഭാനു ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ പലരും പ്രസംഗിക്കുന്നുണ്ട്, സംഘഗാനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ അടുത്തിരുന്ന വി എസിനോട് ചോദിച്ചു, ഉദയഭാനു ചേട്ടൻ്റെ അടുത്ത്, സാറിങ്ങനെ പഴയ കാലത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ ഒരു കാലത്ത് ഒരു മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിരുന്ന പാട്ട് ഏതോ ഒരു വേദിയിൽ ഞാൻ പാടിക്കേട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ഏതാ സിനിമയിൽ? അപ്പോൾ അദ്ദേഹം എന്നെയും ഉദയഭാനു ചേട്ടനെയും നോക്കിയിട്ട് പിന്നെ ഒരു പാട്ടങ്ങ് പാടുകയാണ്. കാനനച്ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, കാനനച്ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അദ്ദേഹത്തിനൊരു സംസാരത്തിലൊരു താളമുണ്ടല്ലോ, ആ താളത്തിൽ ഈ പാട്ട് അദ്ദേഹം പാടുക. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അതിനേക്കാളേറെ അത്ഭുതമാണ് ഉദയഭാനു ചേട്ടന്. അപ്പോൾ ഉദയഭാനു ചേട്ടൻ ചോദിച്ചു, ഈ പാട്ടൊക്കെ സാർ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ ഓർക്കാതെ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചങ്ങമ്പുഴയുടെയൊക്കെ കവിതകളല്ലേ ഞങ്ങൾ പാടി നടന്നിരുന്നത്. നിങ്ങൾ പാടിയിട്ടുള്ള പല പാട്ടുകളും എനിക്കറിയാം. വെള്ളി നക്ഷത്രമേ എന്ന പാട്ടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. ഇത്രയേ അദ്ദേഹം പറഞ്ഞുള്ളൂ. പിന്നീട് പ്രസംഗത്തിൽ ഈ പാട്ടുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വി എസിൻ്റെ ഉള്ളിൽ, ഈ പരുക്കൻ പ്രകൃതിക്ക് ഉള്ളിൽ ഒരു ആർദ്രമാനസമുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഇപ്പോഴും എൻ്റെ കാതിൽ അദ്ദേഹം പാടിയ ആ പാട്ടിൻ്റെ ആ കാനനച്ചായയുടെ ഇരടികൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ വി എസിൻ്റെ സംഗീത പ്രേമം അനുഭവിക്കാനുള്ള മറ്റെന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഓർമ്മ വരുന്നത് സെനറ്റ് ഹാളിൽ വെച്ച് നടന്ന ഒരു ഫംഗ്ഷനാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ആദരാഞ്ജലി പരിപാടിയായിരുന്നു അത്. ദേവരായ മാഷിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളൊരു പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിന് ഞങ്ങളെല്ലാം ഉണ്ട്. വി എസ് ആണ് മുഖ്യാതിഥി. അപ്പോൾ വി എസ് സദസ്സിൻ്റെ മുൻനിരയിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പിറകിലാണ്, കുറേ പേര് സംഘാടകരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചടങ്ങിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്റ്റേജിൻ്റെ മുകളിൽ ഈ ഗായക സംഘം ബലി കുടീരങ്ങളെ എന്ന് പറയുന്ന പാട്ട് പാടുന്നു. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള സമരഗാനം. അപ്പോൾ ആ ഗാനം പാടി തുടങ്ങുന്ന നിമിഷം വി എസ് എഴുന്നേറ്റ് നിൽക്കുകയാണ്, ഒപ്പം ഈ നിറഞ്ഞ സദസ്സും. പിന്നെ കാണുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, എൻ്റെ ഒരു കൗതുകം എന്താണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം ഈ പാട്ടിനോടൊപ്പം പാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചുണ്ടുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാനത്തിൽ അലിഞ്ഞുകൊണ്ട് നമുക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അദ്ദേഹം പാടുന്നത്. പക്ഷേ ഈ വരികൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ബലികുടീരങ്ങൾ എന്ന പാട്ടിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് അദ്ദേഹം. ഞാനത് കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നു, കാരണം അതൊരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണല്ലോ. ആ പാട്ടിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ, വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി എന്ന് പറയുന്ന ആ വാക്കുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് മുഷ്ടി ചുരുട്ടി നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു, ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട്. അതൊരു അപൂർവമായിട്ടൊരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ആ ഗായക സംഘവും ആകെ വിസ്മയിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ആ പാട്ട് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗായക സംഘം വെച്ച് ലാൽ സലാം എന്ന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരുന്നത്. എനിക്കപ്പോൾ തോന്നി, ഈ അഭിവാദ്യം ശരിക്കും പറഞ്ഞാൽ ആ ഗായക സംഘത്തിനുള്ള അഭിവാദ്യം ആയിരുന്നില്ല, അതിനേക്കാൾ ഉപരി
ഒരു മറക്കാനാവാത്തൊരു കാലഘട്ടത്തിനുള്ള ഒരു അഭിവാദ്യമായിരുന്നു. കാരണം ആ കാലഘട്ടം 57-ലാണ് ഈ പാട്ട് വരുന്നത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് സമരവീര്യങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ആ നിമിഷങ്ങളിൽ, ആ പാട്ട് കേട്ടുകൊണ്ടിരുന്ന നിമിഷങ്ങളിൽ ആ കാലഘട്ടം VS-ൻ്റെ ഓർമ്മയിൽ വന്ന് നിറഞ്ഞിരിക്കണം. അതുകൊണ്ടായിരിക്കണം ആ ഗാനത്തിൻ്റെ ഓർമ്മകൾക്കൊപ്പം, അതുപോലെ VS-ൻ്റെ ഓർമ്മകൾക്കൊപ്പം ആ നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. ഞാനും വരട്ടെയോ നിന്നെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു